ഹലോ, പി പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശി ഡാമും അതിനു സമീപം തന്നെയുള്ള പുതുതായി ആരംഭിച്ച പഴശ്ശി ഗാർഡനിലേക്കുമാണ്. പഴശ്ശി ഡാമിലേക്ക് കയറുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതുതായി ആരംഭിച്ച പഴശ്ശി ഗാർഡൻ്റെ എൻട്രൻസും. ആദ്യം നമ്മൾക്ക് പഴശ്ശി ഡാമിൻ്റെ മുകളിലൂടെ പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. വളരെ മനോഹരമാണ് പഴശ്ശി ഡാമിൻ്റെ മുകളിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങൾ. ഡാമിൻ്റെ എൻഡിൽ കാണുന്നതാണ് പഴയ പഴശ്ശി പാർക്ക്. ഇതൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ചായക്കടയും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കേരള സർക്കാരിൻ്റെ ജലവിഭവ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പുതിയ പഴശ്ശി ഗാർഡൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ആദ്യം ഒരു പാലത്തിന് മുകളിലൂടെ വേണം അപ്പുറത്തെ വശത്തേക്ക് കടക്കാൻ. വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു പാലമാണ്. രാത്രിയായാൽ ലൈറ്റിങ്ങും മറ്റുമായി നല്ല ഭംഗിയുണ്ടാകും കാണാൻ. പാലം കടന്നു കഴിഞ്ഞാൽ ഐ ലവ് പഴശ്ശി ഗാർഡൻ എന്ന പേരിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പേസും ഒരുക്കിയിട്ടുണ്ട്. വയനാടൻ തേനും തേയിലപ്പൊടിയും മറ്റും വിൽക്കുന്ന പ്രകൃതി ഗ്രാമം വയനാട് എന്ന നല്ലൊരു സ്റ്റാളും അവിടെയുണ്ട്. പിന്നെ ഉപ്പിലിട്ടത്, ഐസ്ക്രീംസ്, ബജ്ജികൾ അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു സ്പോട്ടാണ് ഇത്. കുട്ടികൾക്ക് കളിക്കാനുള്ള കിടിലൻ ഒരു പാർക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കിനടുത്ത് തന്നെ പഞ്ഞിമുട്ടായും പോപ്കോണും ഒക്കെ വിൽക്കുന്ന സ്റ്റാളും ഉണ്ട്. മുതിർന്നവർക്ക് ആസ്വദിക്കാനായി സ്ലിപ്പ് ലൈൻ പോലെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറേയധികം ഊഞ്ഞാലുകളും ഇവിടെയുണ്ട്. കമാൻഡോ നെറ്റും ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷണമാണ്. ഗാർഡൻ കഫറ്റേരിയ എന്ന പേരിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കിടിലനൊരു ഫിഷ് സ്പായും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടിയുള്ള ഫാമിലി ഗെയിമും ഇവിടെയുണ്ട്. കൊളംബസ്, റോപ്പ് വേ, ജയന്റ് വീല് തുടങ്ങിയ ആൾക്കാരെ ഹരം കൊള്ളിക്കുന്ന ഗെയിമുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
കുട്ടികൾക്കായുള്ള ടോയ് കാറും പെഡൽ ബോട്ടിങ്ങും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമെ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പൺ സ്റ്റേജും ഇവിടെയുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്